മച്ചാമാരെ എല്ലാവർക്കും ഗേൽ ഫോർഡ് ടെക് ട്രാവലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു പവർ ബാങ്ക് ആണ്. പവർ ബാങ്ക് എന്ന് വെച്ചാൽ വെറും പവർ ബാങ്ക് അല്ല, സോളാറിലും ചാർജ് ചെയ്യാം, കറണ്ടിലും ചാർജ് ചെയ്യാം. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടൊരു പവർ ബാങ്ക് ആണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ട്രിപ്പ് പോകണവർക്കും അല്ലാത്തവർക്കും അടിപൊളിയായിട്ട് യൂസ് ആവുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലിട്ട് പോയാലോ. മച്ചാമാരെ നമുക്കപ്പോൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഇതിൻ്റെ ബോഡി ഉണ്ടാക്കലാണ് കേട്ടോ. നമുക്ക് അതിന് വേണ്ടി ഒരു മൾട്ടിവുഡ് എടുത്തിട്ടുണ്ട്. കറക്റ്റ് സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ഇതേപോലെ ഒരു സ്കെയിലും കൂടി ഉപയോഗിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഇതേ 9 സെൻറ്റിമീറ്റർ നീളത്തിൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് മാർക്ക് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ മച്ചാന്മാരെ ഞാൻ ഇവിടെ കട്ട് ചെയ്യാൻ വേണ്ടി ഒരു ബ്ലേഡും ഒരു സ്കെയിലുമാണ് എടുക്കുന്നത്. ഇതുപോലത്തെ നമുക്ക് 2 കഷ്ണം ആവശ്യമുണ്ട് കേട്ടോ. 2 പീസ് നമുക്ക് ഇതുവരെ കട്ട് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ 2.5 സെൻറ്റിമീറ്റർ നീളമുള്ള 2 പീസും കൂടി നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ബോർഡ് സെറ്റ് ചെയ്യാൻ വേണ്ടി ഇത്രയും കഷ്ണങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടി കൂട്ടി ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ഫ്ലെക്സ് കിക്കാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് സൂക്ഷിച്ച് വേണം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫ്ലെക്സ് കിക്ക് ഉപയോഗിച്ച് നമുക്ക് നൈസായിട്ട് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പം നമ്മളിത് ഇതുപോലെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലത്തെ 4 ചെറിയ കട്ട് പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിത് 4 മൂലക്കം വെച്ചൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാമേ. അപ്പം നമ്മൾ 4 മൂലക്കം ഒട്ടിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ടേ. ഇനി നമുക്കിത് ഈ ബ്ലേഡ് ഉപയോഗിച്ച് ഇതിൻ്റെ എഡ്ജൊക്കെ ഒന്ന് റൗണ്ട് ആക്കി എടുക്കാം കേട്ടോ. ഇനി ഇതേപോലെ ഒരു വാട്ടർ പേപ്പർ ഉപയോഗിച്ച് നമുക്ക് ചെത്തിയ ഭാഗം നമുക്കൊന്ന് സ്മൂത്ത് ആക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ വാട്ടർ പേപ്പർ വെച്ച് എല്ലാ ഭാഗത്തും ഇതേപോലെ സ്മൂത്ത് ആക്കി എടുത്തിട്ടുണ്ടേ. ഇനി നമുക്ക് നമ്മുടെ ടോപ്പ് കവർ എടുക്കാം കേട്ടോ. അപ്പം നമ്മൾ ഉണ്ടാക്കിയ മെഷീൻ ഉപയോഗിച്ചിട്ട് നമുക്ക് 4 ഹോള് നമുക്ക് ഈ 4 മൂലക്ക് ഇട്ട് കൊടുക്കാമേ. അപ്പോൾ ഈ ഹോൾ ചെയ്തത് 4 മൂലക്ക് 4 സ്ക്രൂ വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമുക്ക് സ്ക്രൂവും കൂടി സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ടോപ്പ് കവറിൻ്റെ എഡ്ജും കൂടി നമുക്ക് വാട്ടർ പേപ്പർ വെച്ച് സ്മൂത്ത് ആക്കി എടുക്കാമേ. അപ്പോൾ നമ്മുടെ കവറൊക്കെ അങ്ങനെ എല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് സെറ്റ് ചെയ്യുമ്പോൾ ഏകദേശം ഇതുപോലെ ഇരിക്കുമേ. അപ്പോൾ നമ്മുടെ മൾട്ടിവുഡ് സ്ക്രാപ്പിൽ നിന്ന് കിട്ടിയോണ്ട് കുറച്ച് സ്ക്രാച്ചും പൊട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും കാര്യമാക്കണ്ട, നമുക്കിതൊക്കെ ഒന്ന് പെയിൻ്റ് അടിച്ചൊന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. നമ്മുടെ കയ്യിലൊരു ബ്ലാക്ക് പെയിൻ്റാണ് ഉള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് അടിച്ചു കൊടുത്ത് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാമേ. അപ്പോൾ അതേ മച്ചാന്മാർ നമ്മുടെ ബോഡി നല്ലോണം സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പെയിൻ്റൊക്കെ ഉണങ്ങി നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മൾട്ടിവുഡ് വേസ്റ്റിൽ നിന്ന് കിട്ടിയതുകൊണ്ട് ചെറിയ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും കാര്യമാക്കണ്ട. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വർക്ക് തുടങ്ങിയല്ലോ. അപ്പോൾ മച്ചാന്മാർ നമ്മുടെ ആദ്യത്തെ പരിപാടി 2000 mAh 2 ബാറ്ററി ഇവിടെ നിന്ന് എടുക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ബാറ്ററി ബാക്കപ്പ് ആവശ്യമുള്ളവർക്ക് കൂടുതൽ ബാറ്ററി യൂസ് ചെയ്യാം കേട്ടോ. അപ്പം നമ്മുടെ ബാറ്ററി ഒരേപോലെ തന്നെ വെച്ച് സെറ്റ് ചെയ്യണം കേട്ടോ. പോസിറ്റീവ് വശം 2 ഒരു സൈഡിലും നെഗറ്റീവ് വശം 2 ഒരു സൈഡിലും വെച്ച് സെറ്റ് ചെയ്യാമേ. അപ്പം നമ്മുടെ ബാറ്ററി ഇതേപോലെ ഒരു ഇൻസുലേഷൻ ടേപ്പ് ഉപയോഗിച്ച് ചുറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതേപോലെ 2 വയർ യൂസ് ചെയ്ത് നമുക്ക് ഈ ബാറ്ററിയിലേക്ക് കണക്ഷൻ കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിന് നമുക്ക് പോസിറ്റീവിൽ റെഡ് വയറും നെഗറ്റീവിലേക്ക് ബ്ലാക്ക് വയറും നമുക്ക് കണക്ട് ചെയ്യാമേ. അപ്പം നമുക്ക് വയർ നമ്മുടെ ബാറ്ററിയിലേക്ക് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ലെഡ് സോൾഡറിങ് ഉപയോഗിച്ച് ഇതുവരെ പിടിപ്പിച്ച് കൊടുക്കാമേ. അപ്പം നമുക്ക് വയർ പെട്ടെന്ന് തന്നെ നമുക്ക് ബാറ്ററിയിലേക്ക് പിടിപ്പിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മുടെ ബാറ്ററി ഇതേപോലെ ടെർമിനൽ 2 പിടിപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പോസിറ്റീവ് സൈഡ് റെഡും നെഗറ്റീവ് സൈഡ് ബ്ലാക്കും ആയിട്ടാണ് പിടിപ്പിച്ചെടുത്തേക്കണത്. ഇനി നമുക്ക് വേണ്ട ഇതേപോലെ ഒരു ബാറ്ററി ചാർജിങ് മോഡ്യൂളാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് വരുന്നത് ഇതിൽ ബാറ്ററി കണക്ഷൻ കൊടുക്കാനുള്ളത് ഇൻപുട്ടാണ് കേട്ടോ. നമ്മൾ ബാറ്ററി കണക്ട് ചെയ്യാനുള്ള ഈ സെൻറ്ററിൽ കാണുന്ന 2 ഭാഗത്താണ് നമുക്ക് ബാറ്ററി കണക്ട് ചെയ്യുന്നത്, പോസിറ്റീവ് നെഗറ്റീവ്. പിന്നെ ഇത് ബാറ്ററി കണക്ഷൻ ഔട്ട് പോകുന്നതാണ് കേട്ടോ, ഇത് രണ്ടും. പിന്നെ ഇത് നമുക്ക് വരുന്നത് നമ്മുടെ ചാർജിങ് പോർട്ട് കൊടുക്കാവുന്നതാണ്. നമുക്കിത് മൈക്രോ USB പോർട്ട് ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ഇത് നമ്മൾ ഉണ്ടാക്കിയ ബോഡിയിലേക്ക് സെറ്റ് ചെയ്യാൻ പാടായതുകൊണ്ട് ഞാൻ അഡീഷണൽ ആയിട്ടൊരു C പോർട്ട് ചാർജർ കുത്താൻ പറ്റിയ ഒരു ജാക്കാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മച്ചാന്മാരെ നമ്മുടെ ബാറ്ററി നമുക്ക് ഈ സെൻറ്ററിൽ കാണുന്ന ടെർമിനലിലേക്ക് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് മാറാണ്ട് വേണം കണക്ട് ചെയ്യാനായിട്ട്. അങ്ങനെ നമ്മുടെ ബാറ്ററി ഇവിടെ കണക്ട് ചെയ്തെടുത്തിട്ടുണ്ടേ.
ഇനി ഞാൻ ഇവിടെ എടുക്കുന്നത് ഒരു പവർ ബാങ്ക് മൊഡ്യൂളാണ് കേട്ടോ. നമുക്ക് ഈ ബോർഡിൽ നിന്നുള്ള ഔട്ട്പുട്ട് നമുക്ക് നമ്മുടെ പവർ ബാങ്കിലേക്കാണ് കേട്ടോ കണക്ട് ചെയ്യാനുള്ളത്. അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ ഈ പവർ ബാങ്ക് മൊഡ്യൂൾ നമ്മുടെ ഈ ബോഡിയിലേക്ക് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ അതിനുള്ള പരിപാടി നമുക്ക് നോക്കാം. അപ്പോൾ ഒരു ബ്ലേഡ് ഉപയോഗിച്ച് നമുക്ക് ഇതിൻ്റെ മൊഡ്യൂൾ സെറ്റ് ചെയ്യാനുള്ള മാർക്ക് ചെയ്ത് നമുക്ക് ഒന്ന് കട്ട് ചെയ്തൊക്കെ എടുക്കാമേ. നമ്മുടെ ബോഡി ഇച്ചിരി കനം കൂടുതലായതുകൊണ്ട് നമുക്ക് ഇത്തിരി തിക്നെസ് കുറച്ച് കൊടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കട്ട് ചെയ്ത് കൂടി കളയണം. അപ്പോൾ മച്ചാന്മാരെ നമ്മുടെ പവർ ബാങ്കിൻ്റെ മൊഡ്യൂൾ വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് ഡിസൈൻ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് ഇത്തിരി കൂടിപ്പോയി. നമുക്ക് ലോക്കായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതേപോലെ ഒരു സി പോർട്ട് ചാർജിങ് മൊഡ്യൂൾ എടുക്കുന്നുണ്ട്, ചാർജിങ് സോക്കറ്റ് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്നത് ഇത് വോൾട്ടേജും ഇത് ഗ്രൗണ്ടുമാണ് കേട്ടോ. അപ്പോൾ ഇത് പോസിറ്റീവും നെഗറ്റീവുമാണ്. ബാക്കി സെൻറ്ററിൽ രണ്ട് കാണുന്നത് ഡാറ്റയാണ്. നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് ഈ അറ്റത്തെ 2 പോയിൻറ്റും മാത്രം മതിയാവും. അപ്പോൾ നമ്മുടെ ചാർജിങ് സോക്കറ്റ് ഫിറ്റ് ചെയ്യാനുള്ള ഹോളും കൂടി നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ മച്ചാന്മാരെ നമ്മുടെ ഹോൾ ഇതേപോലെ സെറ്റ് ചെയ്തെടുത്തണ്ടേ. നമുക്കതിലേക്ക് നമുക്ക് ഈ ചാർജിങ് സോക്കറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മച്ചാന്മാരെ നമ്മുടെ ബാറ്ററി ചാർജിങ് മൊഡ്യൂളിൻ്റെ ഔട്ട് പോർട്ടിൽ നിന്ന് നമ്മുടെ പവർ ബാങ്കിൻ്റെ പോർട്ടിലേക്ക് നമുക്ക് 2 വയർ ഉപയോഗിച്ച് ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കാമേ. അപ്പോൾ അതിനകത്ത് പോസിറ്റീവിലേക്കും നെഗറ്റീവിലേക്കും തന്നെ കണക്ട് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന പവർ ബാങ്ക് മൊഡ്യൂൾ 1 ആംപിയറിൻ്റെ ആണ് കേട്ടോ. നമുക്ക് കൂടുതൽ ആംപിയർ വേണമെങ്കിൽ ഇത് ഈ ടൈപ്പ് മൊഡ്യൂൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതായിരിക്കും ഇത്തിരി ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇത് ഇരുന്ന് വെച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് വെച്ച് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ബാറ്ററി ചാർജിങ് മൊഡ്യൂളിൽ നിന്ന് നമ്മുടെ പവർ ബാങ്ക് മൊഡ്യൂളിലേക്ക് നമുക്ക് വയർ കണക്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ ചാർജിങ് സോക്കറ്റിൽ ഇതേപോലെ 2 വയർ വെച്ച് സോൾഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. പോസിറ്റീവ് റെഡും നെഗറ്റീവ് ബ്ലാക്കുമായിട്ടാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇത് നമ്മുടെ ചാർജിങ് മൊഡ്യൂളിലോട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഹോൾ വഴി വയർ എടുത്തിട്ട് നമുക്ക് ചാർജിങ് മൊഡ്യൂളിലോട്ട് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റെഡ് വയർ നമുക്ക് പോസിറ്റീവിലേക്കും ബ്ലാക്ക് വയർ നെഗറ്റീവിലേക്കും കണക്ട് ചെയ്യാം കേട്ടോ. ഇനി നമുക്കൊരു ഗ്ലൂ ഗണ്ണ് വെച്ച് ഇതൊക്കെ ഇവിടെ ഒട്ടിച്ച് സെറ്റ് ചെയ്ത് നിർത്താമേ. ഇത് നമുക്കൊരു ചാർജർ കുത്തി നോക്കാം കേട്ടോ. നമുക്ക് ചാർജർ കണക്ട് ചെയ്തിട്ടുണ്ട്. റെഡ് ഇൻഡിക്കേഷൻ കണ്ടോ? ഇത് നമുക്ക് ചാർജ് ആകുന്നതാണ് കേട്ടോ. അപ്പോൾ മച്ചാന്മാരെ നമുക്ക് ഇനി അടുത്ത പരിപാടി ഇതേപോലെ ഒരു സോളാർ പാനൽ എടുക്കുന്നുണ്ട് കേട്ടോ. ഇത് 5 വോൾട്ട് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്ന ഒരു പാനലാണ്. അപ്പോൾ നമുക്കിത് നമുക്ക് 2 വയർ ഉപയോഗിച്ചൊന്ന് കണക്ട് ചെയ്തെടുക്കാമേ. അപ്പോൾ മച്ചാന്മാരെ നമ്മുടെ സോളാർ പാനൽ ഇതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് പോസിറ്റീവ് നെഗറ്റീവ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് കണക്ഷൻ ഒന്ന് കൊടുത്ത് നോക്കാം. അപ്പോൾ നമ്മൾ വോൾട്ടിലേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് പാനലിൽ നമുക്ക് പോസിറ്റീവ് നെഗറ്റീവും കൊടുത്ത് നോക്കാം. നമുക്കിത് 5.38 കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്കിതിൻ്റെ പോസിറ്റീവിൽ റെഡും നെഗറ്റീവിൽ ബ്ലാക്കുമായിട്ട് സോൾഡർ ചെയ്തെടുക്കാമേ. അപ്പം നമ്മുടെ പാനൽ നമുക്ക് നമ്മുടെ ടോപ്പ് കവറിൽ ഈ ഭാഗത്തോട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാമേ. അപ്പോൾ നമ്മുടെ സോളാർ പാനൽ നമുക്ക് ഈ ചാർജിങ് പോർട്ടിലേക്ക് തന്നെ കണക്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ ബാറ്ററി ചാർജിങ് പോർട്ടിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ 194007 ഡയോഡ് നമുക്ക് സെറ്റ് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കത് നമ്മുടെ പോസിറ്റീവ് വശത്തേക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് അതിനകത്ത് സെറ്റ് ചെയ്യുന്നതിന് വശമുണ്ട് കേട്ടോ. നൈസ് ഒരു വര ഒരു സൈഡിൽ കാണുന്നുണ്ട്, അത് നമുക്ക് നെഗറ്റീവ് സൈഡാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പോസിറ്റീവ് സൈഡിൽ നിന്ന് നെഗറ്റീവ് സൈഡിലായിട്ടാണ് കറണ്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ആ വര നമ്മുടെ ബോർഡിൻ്റെ സൈഡായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കണം. നമുക്ക് സോളാറിൽ നിന്നുള്ള പവർ നമുക്ക് ബോർഡിലേക്ക് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ സെറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഡയോഡിലേക്ക് നമുക്ക് നമ്മുടെ സോളാറിൻ്റെ പോസിറ്റീവ് സൈഡ് നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കാമേ. സോളാറിൻ്റെ നെഗറ്റീവ് വയർ നമുക്ക് നമ്മുടെ ബാറ്ററി ചാർജിങ് മൊഡ്യൂളിൻ്റെ നെഗറ്റീവ് ടെർമിനലിലോട്ടും കണക്ട് ചെയ്യാം. അപ്പോൾ മച്ചാന്മാർ നമ്മുടെ കണക്ഷൻ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ മച്ചാന്മാർ ഞാൻ ചെക്ക് ചെയ്യാൻ വേണ്ടി ഒരു ബൾബാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ ബോർഡിലേക്ക് ബൾബ് അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ റെഡ് ഇൻഡിക്കേഷൻ കണ്ട, അപ്പോൾ അത് ചാർജ് ആകുന്നതാണ് കേട്ടോ. അപ്പോൾ ബൾബ് മാറ്റുമ്പോൾ അത് കെട്ടുമ്പോൾ നമുക്ക് ഇനി പകലെ ഇത് ടെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ രാത്രി ആയതുകൊണ്ട് നമുക്കത് സെറ്റ് ചെയ്തിട്ട് നാളെ സെറ്റ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ മച്ചാന്മാരെ നമ്മുടെ ചാർജിങ് മൊഡ്യൂൾ നമുക്ക് ഈ ഭാഗത്തേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിൽ 2 ഇൻഡിക്കേഷൻ വരുന്നുണ്ട്. അതിന് കണക്കാക്കിയിട്ട് നമുക്ക് 2 ഹോൾ അതിൻ്റെ നേരൊക്കെ വെച്ച് സെറ്റ് ചെയ്യാമേ. അതിന് വേണ്ടിയിട്ട് നമുക്ക് 2 ഹോൾ ഇവിടെ ചെയ്ത് കൊടുക്കാം.
ഇനി ഈ ഹോളിലേക്ക് നമുക്ക് ഗ്ലൂ ഗണ്ണ് വെച്ച് കുറച്ച് ഗ്ലൂ ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചാർജിങ് മോഡ്യൂളും അതൊരു ഗ്ലൂ ഗണ്ണ് ഉപയോഗിച്ച് തന്നെ ഇവിടെ സെറ്റ് ചെയ്ത് വെക്കാമേ. അപ്പം നമ്മുടെ വയറൊക്കെ എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇനി ഇത് കവറ് പൂട്ടാം. അപ്പോൾ നമുക്ക് ചാർജർ ഒന്ന് കുത്തി നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് സി പോർട്ട് ചാർജർ ഉണ്ട്. അപ്പോൾ അതൊന്ന് കുത്തി നോക്കാം. അത് ഇതാണ് നമ്മുടെ ഇൻഡിക്കേഷൻ കാണിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ലൈറ്റും വെച്ചൊന്ന് ചെക്ക് ചെയ്ത് നോക്കാമേ. റെഡ് ഇൻഡിക്കേഷൻ കണ്ട. അപ്പോൾ നമുക്കിത് ചാർജ് ആകുന്നതാണ് കേട്ടോ. അത് ലൈറ്റ് മാറ്റുമ്പോൾ കേടും. പിന്നെ നമ്മുടെ ഫോണൊന്ന് കുത്തി ചാർജ് ആകുമെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് കുത്തുമ്പോൾ തന്നെ തനിയെ ഓൺ ആയിക്കോളൂ കേട്ടോ. ചാർജ് ആയി കഴിയുമ്പോൾ തനിയെ ഓഫ് ആവുകയും ചെയ്തേക്കും. 1 ആമ്പിയർ ആയതുകൊണ്ട് തന്നെ വളരെ സ്ലോയിലേ ചാർജ് ആവുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ലൊരു പവർ ബാങ്ക് മോഡ്യൂൾ മേടിച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ചാർജ് ആകും കേട്ടോ. അപ്പോൾ മച്ചാന്മാർ രാവിലെ തന്നെ നമ്മുടെ പവർ ബാങ്ക് ചാർജ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ടെറസിൻ്റെ മുകളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. മച്ചാന്മാരെ നമുക്ക് ചാർജ് വളരെ സ്ലോയിലാണ് കയറുന്നത്. അപ്പോൾ നമുക്കിതിൽ ഒരു പാനലും കൂടി നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കണം. അതിന് പാരലായിട്ട് തന്നെ ഒരു പാനലും കൂടി നമ്മൾ ഇതുവരെ സെറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ പഴയ സോളാർ പാനൽ ഇരുന്ന് വെച്ചാൽ അതേ പോർട്ടിലേക്ക് തന്നെ നമ്മൾ പുതിയ സോളാർ പാനലോട് കണക്ട് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ പാരലായിട്ട് നമ്മൾ കണക്ട് ചെയ്യുമ്പോഴത്തേക്കും വോൾട്ടേജ് സെയിം തന്നെ ആയിരിക്കും. 5 വോൾട്ട് തന്നെ വരുള്ളൂ. നമുക്ക് ആംബിയർ ഇത്തിരി കൂടി കൂടുതൽ കിട്ടും. അപ്പോൾ ചാർജിങ് ഇത്തിരി കൂടി ഫാസ്റ്റായിട്ട് നടക്കും. അപ്പോൾ മച്ചാന്മാരെ നമ്മുടെ പവർ ബാങ്ക് സെറ്റാണ്. ഇതേ നമ്മുടെ ചാർജ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. 2 പാനൽ സെറ്റ് ചെയ്തിട്ട്. അപ്പോൾ മച്ചാന്മാരെ നമ്മുടെ പവർ ബാങ്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ബാറ്ററിയുടെ എണ്ണം കൂടുന്നതനുസരിച്ച് നമുക്ക് അതുവരെ തന്നെ ബാക്കപ്പ് കൂടും. അതേപോലെ തന്നെ നമ്മുടെ പവർ ബാങ്ക് മോഡ്യൂൾ ഇത്തിരി നല്ല ആംബിയർ കൂടി വെക്കണമെങ്കിൽ നമുക്ക് ഫോൺ അത്ര പെട്ടെന്ന് തന്നെ ചാർജ് ആക്കി കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.